ക്രിസ്തുവിൻ്റെ പീഡാനുഭവ സത്യത്തെ നമ്മുടെ ജീവിത ദൗത്യവുമായി ചേർത്തു വയ്ക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രവചനവും ശിഷ്യന്മാർ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ചിന്തയെക്കുറിച്ച് സബദി പുത്രന്മാരുടെ ക്രിസ്തുവിന് അരികെ ഇരിക്കുവാനുള്ള ആഗ്രഹത്തെ പ്രതിപാദിച്ചുകൊണ്ട് നടത്തുന്ന സംഭാഷണവും ക്രിസ്തു അവർക്ക് നൽകുന്ന സമ്പൂർണമായ ജീവിത വ്യാഖ്യാനവുമാണ് സുവിശേഷം. 3 പടികളായി ഈ ധ്യാനത്തെ നമുക്ക് ചിന്തിക്കാം. 1, എൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളോടുള്ള അരുത്. ക്രിസ്തുവിൽ നാം നമ്മിൽ തന്നെ മരിക്കുവാനും ആ മരണാനുഭവത്തെ വെറും വാക്യമായല്ല പ്രവൃത്തിയായി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാക്കി തീർക്കുകയും ചെയ്യുക എന്നത് പരമപ്രധാനമാണ്. ഈ ലോക സംവിധാനങ്ങളെ ക്രിസ്തു ശിരസാവഹിച്ചുകൊണ്ട് തന്നിലേക്ക് ക്രിസ്തു ഏറ്റെടുത്തു. മറ്റുള്ളവരിലേക്ക് തൻ്റെ അധികാരത്തെയും അന്തസ്സിനെയും അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് അവരെ ഉയർത്തുവാൻ അവൻ ഒരു മന്ത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ദാസനും എല്ലാവർക്കും ഒടുവിലുമാകണം നീ എന്ന വലിയ വേദനയുടെ മണമുള്ള അഥവാ ത്യാഗത്തിൻ്റെ രുചിയുള്ള ഒരു വാക്യം കർത്താവ് അവർക്ക് നൽകുകയാണ്. 2, മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ പാത സേവനമാണ്. മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ പാത സേവനമാണ്. അതിൽ സ്നേഹമുണ്ട് എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. അതിൽ കരുണയുണ്ട്, സ്വർഗമുണ്ട്. ഈ പുതിയ പാത പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല ക്രിസ്തു ചെയ്തത്, അത് ജീവിക്കുക കൂടിയായിരുന്നു ക്രിസ്തു ചെയ്തത്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ് എന്ന സത്യം കർത്താവ് ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. മർക്കോസ് സുവിശേഷത്തിലെ ക്രിസ്തു ദൗത്യ സംഗ്രഹമാണ് ഈ വചനം. ശുശ്രൂഷയുടെ ഈ 2 തലങ്ങളെ വിവേചിച്ച് അറിയുക എന്നതാണ് ജ്ഞാനജീവിതം എന്നത്. ശുശ്രൂഷിക്കപ്പെടുക എന്നതും ശുശ്രൂഷിക്കുക എന്നതും തികച്ചും വ്യത്യസ്തമാണ് എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ മഹത്വം എന്നത് ഈ ലോകത്തിലെ മഹത്വത്തിലല്ല എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു തരികയാണ്, മറിച്ച് എളിമയിലാണ്. ഈ ലോകത്തിലെ എളിമ എന്നത് സ്വർഗത്തിലെ മഹത്വമാണെന്ന് കർത്താവ് തൻ്റെ പ്രിയമുള്ള ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ ലോക മഹത്വത്തെ കീഴ്പ്പെടുത്തുന്നത് പരലോകത്തെ സ്വർഗത്തെ താഴെ കൊണ്ടുവരുവാൻ കഴിവുള്ള എളിമയിലൂടെയാണ് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. അതിനാൽ സ്വർഗത്തെ താഴെ കൊണ്ടുവരുവാൻ മനുഷ്യന് ദൈവം നൽകിയ കഴിവിൻ്റെ പേരാണ് എളിമ. 3-മതായി യേശു ദൗത്യ ഉദ്ദേശമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യവും 2-ാം അധ്യായം 17-ാം വാക്യവും ഈ ദൗത്യത്തെ കുറിച്ചാണ് പറയുന്നത്. നാം ചിന്തിച്ച 3 ചിന്തകളിലും 10-ാം അധ്യായം 45-ാം വാക്യത്തിൻ്റെ തന്നെ ഉപോദ്ബലകമായി നിൽക്കുന്ന ധ്യാനമാണുള്ളത്. 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയും: കാരണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനുമത്രേ. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ക്രിസ്തു ഉദ്ദേശത്തിൻ്റെ കാതൽ എന്ന് ഈ വാക്യത്തെ നമുക്ക് മനസ്സിലാക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24-ലും
2-ാം അധ്യായം 17 ഉപയോഗിക്കുന്ന എർക്കോമായി എന്ന പദം, ഗ്രീക്ക് പദം, അതിൻ്റെ അർത്ഥം ടു കം, ടു ഗോ, ടു പാസ്, വരിക, പോവുക, കടന്നു പോവുക എന്നൊക്കെയാണ്. എന്നാൽ അതിൻ്റെ സമ്പൂർണത എന്നോണം, വളർച്ച എന്നോണം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ ഈ ദൗത്യത്തിന് നൽകുന്ന വാക്ക് എക്സർകോമായി എന്നാണ്. അതിൻ്റെ അർത്ഥം ടു ഗോ ഔട്ട്, കം ഔട്ട് എന്നൊക്കെയാണ്. പുറത്തേക്ക് പോവുക, പുറത്തു വരിക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തു ദൗത്യത്തിന് വേണ്ടി നീ പോവുക, നീ വരിക എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിന്നിൽ നിന്നും, നിൻ്റെ അഹന്തയിൽ നിന്നും, നിൻ്റെ സ്വത്തയിൽ നിന്നും, നീ എന്ന ഭാവത്തിൽ നിന്നും നീ പുറത്തേക്ക് വരേണ്ടതുണ്ട്, ക്രിസ്തുവിലേക്ക് നീ വരേണ്ടതുണ്ട് എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥസമ്പൂർണത. 3 ദൗത്യങ്ങളാണ് തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നൽകുന്നത്. 1, സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുക, 1-ാം അധ്യായം 24-ാം വാക്യം. 2, പാപികളെ വിളിക്കുക, 2-ാം അധ്യായം 17-ാം വാക്യം. 3, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം പ്രഖ്യാപിക്കുക, മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. ഇതിൻ്റെയൊക്കെയും സമ്പൂർണതയായാണ് കർത്താവ് 10-ാം അധ്യായം 45-ാം വാക്യം നമ്മോട് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ക്രിസ്തു ദൗത്യം നമ്മുടെ തന്നെ ആത്മീയ ജീവിതത്തിൻ്റെ, കത്തോലിക്ക ജീവിതത്തിൻ്റെ ദൗത്യമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ നമുക്കാകണം. ദൈവം നമ്മെ അതിന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.